നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടിയിൽ തീർത്ത അത്ഭുതമായ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലാണ്. ഇവിടെയുള്ള ഓരോ തൂണിലും ഓരോ കല്ലിലും ഓരോ കഥകളുണ്ട്. എന്നാൽ ഇതിൻ്റെ മനോഹരമായ തച്ചുശാസ്ത്രത്തിനും അപ്പുറം നമ്മുടെ കാൽപാദങ്ങൾക്കും താഴെ നിഗൂഢമായ മറ്റൊരു ലോകമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കാലത്ത് യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും നടുവിൽ ജീവിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് സഞ്ചരിക്കാൻ മണ്ണിനടിയിൽ വലിയൊരു പാത തന്നെ ഉണ്ടായിരുന്നു. വായു സഞ്ചാരം കുറഞ്ഞ ഇരുട്ടു നിറഞ്ഞ ആ രഹസ്യ ഇടനാഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കിയാലോ? ചരിത്ര താളുകൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ആ തുരങ്കങ്ങളിലേക്കാണ്. 18-ാം നൂറ്റാണ്ടിലെ കേരളം അധികാരത്തിനും മണ്ണിനും വേണ്ടി രാജാക്കന്മാർ തമ്മിലും വിദേശ ശക്തികളോടും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്ന കാലം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിനെ ശക്തിപ്പെടുത്തിയപ്പോൾ ശത്രുക്കളുടെ ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. 8 വീട്ടിൽ പിള്ളമാരെ പോലുള്ള ആഭ്യന്തര ശത്രുക്കളും ടിപ്പു സുൽത്താനെ പോലുള്ള പുറം ശത്രുക്കളും ഒരുപോലെ ഭീഷണിയായ കാലത്ത് രാജകുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ അത്ഭുത തുരങ്കങ്ങൾ. പത്മനാഭപുരം കൊട്ടാരത്തിലെ മണിമാളികയ്ക്ക് അടുത്തായി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന പടികൾ ചെന്നു നിൽക്കുന്നത് ഒരു ചെറിയ മുറിയിലേക്കാണ്. ആ മുറിയുടെ ഒരു കോണിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പ്രസിദ്ധമായ തുരങ്കം. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ തുരങ്കത്തിന്. ഇത് ചെന്നു നിൽക്കുന്നത് ചാരോട് കൊട്ടാരത്തിലാണ്. വെറും ഒരു മൺപാതയല്ല ഇത്. ഒരു മനുഷ്യന് നിവർന്നു നടക്കാൻ കഴിയുന്ന അത്രയും വലിപ്പമുണ്ട് ഇതിന്. വശങ്ങൾ കരിങ്കല്ല് കൊണ്ട് കെട്ടി ബലപ്പെടുത്തിയതാണ്. ഇവിടെയാണ് അന്നത്തെ എഞ്ചിനീയറിംഗ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. മണ്ണിനടിയിലൂടെ 1.5 കിലോമീറ്റർ നടക്കുമ്പോൾ ശ്വാസം മുട്ടാതിരിക്കാൻ എയർ വെന്റലുകൾ അവർ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചതെന്നറിയാമോ? കൊട്ടാരമുറ്റത്തെ സാധാരണ കിണറുകൾ എന്ന് നമുക്ക് തോന്നുന്ന പല നിർമ്മിതികളും സത്യത്തിൽ ഈ തുരങ്കത്തിലേക്ക് വായു എത്തിക്കാനുള്ള കുഴലുകളായിരുന്നു. ഇത് ശത്രുക്കൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഈ തുരങ്കം 3 ആവശ്യങ്ങൾക്കായിരുന്നു അന്ന് ഉപയോഗിച്ചത് എന്നാണ്. ഒന്നാമത്തേത്, കൊട്ടാരം ശത്രുക്കൾ വളഞ്ഞാൽ രാജകുടുംബത്തിന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ. 2, ചാരന്മാർക്കും സൈനാധിപന്മാർക്കും ആരും അറിയാതെ കൊട്ടാരത്തിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ. 3-ാമത്തേത്, ശത്രുക്കളുടെ കയ്യിൽപ്പെടാതെ രാജകീയ സ്വത്തുക്കൾ മാറ്റാൻ. സങ്കല്പിച്ചു നോക്കൂ, പാതിരാത്രിയിൽ തീപന്തങ്ങളുടെ വെളിച്ചത്തിൽ നിശബ്ദമായി ഈ തുരങ്കത്തിലൂടെ നീങ്ങുന്ന സൈനികരെ. ചരിത്രം എത്രയോ നിഗൂഢതകൾ ഈ ചുവരുകളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇന്ന് ഈ തുരങ്കങ്ങൾ അധികവും അടച്ചിട്ടിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങളാലും ഓക്സിജന്റെ കുറവ് മൂലമാണിത്. എന്നാൽ 2025-ലും പൈതൃക പ്രേമികൾ ഇവ തുറന്ന് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലും സമാനമായ തുരങ്കങ്ങൾ ഉണ്ടെന്ന് കാലങ്ങളായി വിശ്വസിക്കപ്പെടുന്നു. സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഓരോ കോട്ടകൾക്കും താഴെ ഇത്തരം രഹസ്യങ്ങൾ ഇന്നും മണ്ണടിഞ്ഞു കിടക്കുകയാണ്. കോഴിക്കോട് കോട്ടപ്പള്ളിയിലും മറ്റും അടുത്തിടെ കണ്ടെത്തിയ സമാനമായ അറകൾ നമ്മുടെ പൈതൃകത്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. ഓരോ തവണ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോകുമ്പോഴും അവിടെയുള്ള മനോഹരമായ കട്ടിലിനും വിളക്കുകൾക്കും അപ്പുറം താഴെ മണ്ണിൽ ഉറങ്ങുന്ന ഈ ചരിത്രത്തെ ഒന്ന് ഓർക്കുക. ആധുനികതയിലേക്ക് കുതിക്കുമ്പോൾ നാം നമ്മുടെ വേരുകൾ ഒരിക്കലും മറക്കരുത്. ഇതുപോലുള്ള മറയ്ക്കപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? നിങ്ങളുടെ അറിവിൽ ഇത്തരം രഹസ്യ തുരങ്കങ്ങളോ പൈതൃകങ്ങളോ സ്മാരകങ്ങളോ ഉണ്ടോ? എങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.